സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധന നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്ന് ശേഖരിച്ച് പരിശോധിക്കും. വിശദമായ പരിശോധനയ്ക്ക് ശേഷം പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും ആലോചനയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, ഒരുപക്ഷെ ഈ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ പേരുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളുടെ ആലോചനയിലേക്ക് സർക്കാർ പോവുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ഇതിൽ വ്യക്തമായ പരിശോധനയാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ തന്നെ കൃത്യമായി തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ, അതായത് ആ പെൻഷൻ അനർഹമായി വാങ്ങിക്കുന്ന ആളുകളെ കുറിച്ച് അവരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിലവിൽ ഇത് ഈ പണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഈ അനർഹരായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൽ ഈ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ആ സൊസൈറ്റി കീഴിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ പരിഗണനയിൽ ഉള്ളത്. അത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി ഈ പരിശോധന നടത്തും. ഗുണഭോക്താക്കളുടെ പട്ടിക കൃത്യമായി പരിശോധിക്കും. അതിനുശേഷം ഇവർ അർഹരാണോ അനർഹരാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമാകും ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുക. അതായത് സംസ്ഥാനത്ത് എത്ര ആളുകളാണോ ഈ അർഹരായിട്ടുള്ള ആളുകൾ, അത് കൃത്യമായി തന്നെ പരിശോധിച്ച് ആ പട്ടിക പുറത്തേക്ക് വിടുക. അതിനുശേഷം ഇവർക്ക് പെൻഷൻ നൽകുക. ആ രീതിയിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിലവിൽ നേരത്തെ തന്നെ ഇതിൽ അനർഹരായ ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന കാര്യം സർക്കാരിന് ബോധ്യപ്പെടുന്ന സംശയമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ധനകാര്യ പരിശോധന വിഭാഗം പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് സർക്കാർ ജീവനക്കാർ 1450 സർക്കാർ ജീവനക്കാർ അനർഹരായ ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയത്. ഇതുവഴി സംസ്ഥാന സർക്കാരിന് മാസം തോറും കോടികളാണ് നഷ്ടം വരുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തുക. നിലവിൽ അനർഹരായ ആളുകൾ ഇനിയും ഉണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം ആ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ അനർഹരായി പെൻഷൻ വാങ്ങിയ ആളുകൾ എത്ര കാലമാണോ അവർ പെൻഷൻ വാങ്ങിയത്, ആ തുക തിരിച്ചു പിടിക്കുക എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലവിൽ അവർ ആലോചിക്കുന്നുണ്ട്. നിലവിൽ ആ പണം തിരിച്ചു പിടിക്കുക, പലിശ സഹിതമായിരിക്കും ആ പണം തിരിച്ചു പിടിക്കുക. മാത്രമല്ല, ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയത് ഈ ജീവനക്കാർ മാത്രമല്ല, ഈ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇതിലേക്ക് അവരുടെ ഒത്താശയോട് കൂടിയാണ് ഇത് ചെയ്തതെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിലവിൽ എന്തായാലും വിജിലൻസ് പരിശോധന നിലവിൽ മന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും കർശനമായ നടപടിയിലേക്ക് സർക്കാർ പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.